ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഇന്ന് നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഇന്ന് ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയാവുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുകരിപ്പാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കാനായിട്ടാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ദാനിയേൽ. അപ്പോൾ ദാനിയേലിന് ദൈവത്തോടുള്ള ഭക്തി, ദാനിയേൽസ് ഡിവോഷൻ ടു ഗോഡ്, അതാണ് പ്രധാനമായിട്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ദാനിയേലിൻ്റെ ദൈവത്തോടുള്ള ഭക്തിയെക്കുറിച്ചും പ്രതികൂല സാഹചര്യങ്ങളിൽ അന്യദേശത്തായിരുന്നിട്ടും എങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തെ ദൃഢമായി കാത്തു സൂക്ഷിച്ചു എന്നും ദാനിയേലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്നെ അനുസരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ ഉപജീവനത്തിനായി ദൈവം അവരെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുവെന്നാണ് ഇതിൻ്റെ ഉള്ളടക്കം. ദാനിയേലിൻ്റെ പുസ്തകം ഒരു അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചറാണെന്ന് തന്നെ പറയാം. ഇത് ഒരു വിശ്വസ്തനായ യഹോവ ഭക്തൻ തൻ്റെ യൗവനകാലത്ത് പ്രവാസിയായി ബാബിലോണിൽ ദൈവത്തോട് ഏറ്റവും വിശ്വസ്തനായി ജീവിച്ചിരുന്നതിനെക്കുറിച്ചാണല്ലോ. അതിനുശേഷം അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നു. എത്രമാത്രം വിശ്വസ്തനായിട്ട് ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയാതെയോ അല്ലെ ദൈവത്തെ ഉപേക്ഷിക്കാതെയോ ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, വളരെ പ്രത്യേകതയുള്ള ഒരു ജീവിതമായിരുന്നു ദാനിയേലിൻ്റേത്. ഈ പ്രധാനമായിട്ട് പറയുമ്പോൾ ഈ പുസ്തകം ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നത് തെളിവായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ ആവശ്യങ്ങളെ ദൈവം അറിഞ്ഞിരുന്നു. ദാനിയേലിനെ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുപോലെ അവൻ ഏതൊക്കെ വിഷയങ്ങളിലാണ് അവന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഏതൊക്കെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുവെന്നൊക്കെയും ദൈവത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എങ്ങനെയാണ് ദാനിയേൽ തൻ്റെ ദൈവത്തോടുള്ള ഭക്തിയെ കാത്തു സൂക്ഷിച്ചത്, അതേപോലെ തന്നെ അവനും കൂട്ടുകാർക്കും എങ്ങനെയാണ് അവരുടെ ദൈവത്തോട് വിശ്വസ്തരായിപ്പാൻ സാധിച്ചത്, ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നത്. ദാനിയേലിൻ്റെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു അഥവാ ഏറ്റവും പ്രാതിനിധ്യം കൊടുത്തിരുന്ന വിഷയം ദൈവം തന്നെയായിരുന്നു അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാനിയേലിൻ്റെ പുസ്തകം 6:10 നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ ദിവസവും 3 പ്രാവശ്യം തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്ന് യെരുശലേമിന് നേരെ നോക്കി മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു പോന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യമായിരുന്നു നമുക്കറിയാം. ദാനിയേലിൻ്റെ കഥ അറിയാത്തവരാരും തന്നെ കാണത്തില്ല. എന്നാലും ആ ഭാവം നമ്മൾ വായിക്കുമ്പോൾ അവർ രാജകൽപ്പന പ്രകാരം അവന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരവസരത്തിലാണ് ഈ ദൈവത്തോടുള്ള പ്രാർത്ഥന മുടക്കാതെ 3 നേരവും അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇങ്ങനെ അവൻ തൻ്റെ ദൈവത്തോടുള്ള വിശ്വാസം മുറുകെ പിടിച്ചിരുന്നു. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തോട് നാം വിശ്വസ്തരായിരിക്കണമെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ പുതിയ തലമുറ കൂട്ടമായിട്ട് പ്രവാസികളായി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും താമസിക്കുന്ന ഒരു കാലമാണല്ലോ. ഇന്ന് പറഞ്ഞാൽ ഒരു മലയാളി ഇല്ലാത്ത ഒരു രാജ്യം പോലും ഇല്ല എന്ന അവസ്ഥയിലേക്ക് ആണ്. അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുടിയേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലമാണിത്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കുടിയേറി സ്ഥിരതാമസക്കാരാക്കി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ക്രിസ്തീയ രാജ്യങ്ങളിൽ പോലും ദൈവഭക്തിയും ആരാധനയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആരാധന ആലയങ്ങളും മറ്റ് പല പ്രസ്ഥാനങ്ങളായി മാറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. വിശ്വാസമില്ലാത്തൊരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എങ്ങനെ നമ്മുടെ ദൈവത്തിലുള്ള സത്യവിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും.
ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ദാനിയേലിൻ്റെ ഒരു അപേക്ഷ കാണുന്നുണ്ട്. അതായത് നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ബന്ദികൾക്ക്, അതായത് ക്യാപ്റ്റീവ്സായിട്ട് കൊണ്ടുപോയ അവരൊക്കെ ധാരാളം പ്രൊവിഷൻ ചെയ്ത് കൊടുത്തിരുന്നു. അതിൽ യങ്ങായിട്ടുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് യൗവനക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള രാജകീയമായ ലക്ഷറി ലൈഫ്, അതേപോലെ തന്നെ യാതൊന്നും കുറവില്ലാതെ ബന്ദികളായ യൗവനക്കാർക്ക് രാജാവിൻ്റെ ഭോജനത്തിൽ നിന്നും ആഹാരവും വീഞ്ഞും നൽകാനായും കൽപ്പിച്ചിരുന്നു. ദാനിയേലും തൻ്റെ കൂടെയുള്ള ചിലർക്കുമാണ് ഈ പ്രൊവിഷൻ നൽകിയിരുന്നത്. എങ്കിലും യഹൂദന്മാരായ അവർക്ക് മോശയുടെ ന്യായപ്രമാണപ്രകാരമുള്ള റിക്വയർമെൻറ്റ്സിന് ഒത്തതായിരുന്നില്ല, അഥവാ മൊസൈക്ക് ലോയ്ക്ക് അനുരൂപമായിരുന്നില്ല അവർ പ്രൊവൈഡ് ചെയ്തിരുന്നതായ ഭക്ഷണവും വീഞ്ഞും അവരുടെ സൗകര്യങ്ങളൊക്കെ. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഈ ആഹാരം ജാതികളായിരുന്നു പാകം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തെ അൺക്ലീനായിട്ട് കരുതിയിരുന്നു. നമുക്കറിയാം, മൊസൈക്ക് ലോ പ്രകാരം ചില ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് വിലക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പാകം ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ യൗവനക്കാരാണെങ്കിലും അവർ അശുദ്ധരാകുവാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ മൊസൈക്ക് ലോയിൽ വിലക്കിയിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് തരമെടുക്കാതെ രാജാവിൻ്റെ മേശയിൽ വിളമ്പിയിരുന്ന ആഹാരത്തിന് അവർ വേണ്ട എന്നാണ് തീരുമാനിക്കുകയുണ്ടായത്. അതുമാത്രമല്ല, അതുകൊണ്ട് യഹൂദന്മാരായ യുവാക്കൾക്ക് ആ ഭക്ഷണം രാജാവിന് നൽകുന്നതിന് മുമ്പ് അവർക്ക് ആ ഭക്ഷണം കഴിക്കുന്നത് മൂലം അവർ അശുദ്ധരാകും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവർക്കതിന് താല്പര്യമില്ലായിരുന്നു. അതേപോലെ തന്നെ രാജാവിന് ഈ ഭക്ഷണം നൽകുന്നതിന് മുമ്പായി ഈ റോയൽ ഫുഡ് അവരുടെ ദൈവത്തിന് ബലി അർപ്പിച്ചിട്ട് ആ മാംസം പിന്നീട് പാകം ചെയ്ത് രാജഭോജനമായിട്ട് നൽകിയിരുന്നു ആണ് അവരുടെ അന്നത്തെ രീതി. ഇങ്ങനെയുള്ള ഭക്ഷണത്തിൽ പങ്കുകാരാകുന്നത് ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒരു നിയമം ലംഘിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 15 യഹൂദന്മാർക്ക് ഈ മാംസം വിലക്കിയിരുന്നു. ബലി അർപ്പിച്ചതായ ഭക്ഷണം, ജാതികളുടെ ദേവന്മാർക്ക് അർപ്പിക്കുന്ന ബലികൾ അത് തിന്നരുതെന്നുള്ള കൽപ്പനയുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമായിരുന്നു വൈന്. അവർക്ക് അവിടെ വിളമ്പിയിരുന്ന വൈന് അത് കുടിക്കുന്നതിനും പഴയ നിയമത്തിൽ വീഞ്ഞ് കുടിക്കുന്നതിനും ചില വിലക്കുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വിളമ്പുന്ന വീഞ്ഞ് വളരെ സ്ട്രോങ് ആണ്. ഒരാളുടെ അത് കുടിക്കുന്നതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ അവസ്ഥയെക്കുറിച്ച്, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രോവേർബ്സിൻ്റെ 20-ാം അധ്യായം 1-ലും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-11 എടുത്തു പറഞ്ഞിരിക്കുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നുവെന്ന്, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുന്നില്ല എന്ന് പ്രോവേർബ്സിൽ പറയുന്നു. അതുപോലെ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞ് കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. എന്നാൽ യഹൂദന്മാർ തങ്ങളുടെ വിരുന്നുകളിൽ വീഞ്ഞ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. അവരുടെ ഒരു പതിവാണ്. എങ്കിലും അത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് ആണ് അവർ കഴിച്ചിരുന്നത്. അതായത് 1 ഭാഗം വീഞ്ഞിന് 3 ഭാഗം വെള്ളം, 6 ഭാഗം വെള്ളം, അതേപോലെ തന്നെ ചിലർ 10 ഭാഗം വെള്ളം ചേർത്തൊക്കെ കഴിയും. അത് ഏറ്റവും ഡൈല്യൂട്ട് ചെയ്ത് മാത്രമാണ് ആ അനുപാതത്തിലാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ബാബിലോണിൽ വിളമ്പുന്നതായ സ്ട്രോങ് ഡ്രിങ്ക്സ് അത് അവരുടെ വീഞ്ഞും ദൈവങ്ങൾക്ക് അർപ്പിച്ച രാജഭോജനത്തിലും ഈ പശ്ചാത്തലത്തിൽ ദാനിയേലും എൻ്റെ കൂട്ടുകാരും ഒരു അശുദ്ധരാകുമെന്നുള്ളത് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരിത് വേണ്ടെന്ന് തീരുമാനിക്കേണ്ട കാരണം. അതുപോലെ തന്നെ അവർക്ക് അശുദ്ധി ഉണ്ടാകാതിരിക്കാനായിട്ട്
അവരെന്താ ചെയ്ത് ദാനിയേൽ 1:8 പറയുന്നത്, തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരരുതെന്ന് ഷണ്ഡാധിപനോട് അവർ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ഹൃദയത്തിലൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുകയില്ല, ഈ വീഞ്ഞ് കുടിക്കുകയില്ല, എന്നാൽ ഇത് കഴിക്കുന്നത് മൂലം ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകരുത്, കഴിക്കാതിരിക്കുവാനായിട്ട് അവർ ഒരു അപേക്ഷ അവരുടെ അധിപനോട്, അവരുടെ ഇൻചാർജിനോട് പറയുകയാണ് ഉണ്ടായത്. അതായത് ദാനിയേലിന് ദൈവനിയമപ്രകാരം എന്ത് കഴിക്കണമെന്ന് എന്ത് കുടിക്കണമെന്ന് ശരിയായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മോസസിൻ്റെ ലോ നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ എന്തെന്ന് അവന് തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് അവന് ഒരു അപേക്ഷയിൽ കൂടി തങ്ങളുടെ ആവശ്യം ഇന്നതാണെന്ന് അതോറിറ്റീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയും ഈ വീഞ്ഞിൻ്റെ ആധിപത്യം, അതുപോലെ ഡ്രഗ്സ്, അതുപോലെ ചെറുപ്പക്കാരായുള്ള യൗവനക്കാരെ എല്ലാത്തിനും മയക്കുന്നതായ രീതിയിലുള്ള ആഹാര രീതികളും എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അതിലൊക്കെ വീണ് പോകുന്ന മക്കളെ നമുക്കറിയാം. ആദ്യം ചെറിയ രീതിയിൽ ആരംഭിച്ച് പിന്നീട് അത് വലിയൊരു അതിന് അടിമപ്പെട്ട് പോയിട്ട് നമുക്കറിയാം റീസെൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അത് കുടുംബത്തിൽ തന്നെ കൊലയും കൊലപാതകവുമാകുന്ന രീതിയിലേക്ക് മാറി കുടുംബം തന്നെ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അവിവാഹിതരായ മക്കളും എത്രയോ പേര് ഡ്രഗ്സിന് അടിമയായിട്ട് അവരവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചിരിക്കുന്നു. വീഞ്ഞ് കുടിക്കുന്നവനും അതുപോലെ മദ്യം കഴിക്കുന്നവനൊക്കെ വന്നിട്ട് കിട്ടുന്ന അവസരമൊക്കെ പാഴായി പോകല്ലല്ലോ എന്ന് വിചാരിച്ച് പലരും അതിനടിമയായി പോകാറുണ്ട്. പക്ഷേ ഈ വെളി രാജ്യങ്ങളിൽ താമസിക്കുന്നതായ മക്കൾ വളരെ ഷാർപ്പായിട്ട്, അവർ വളരെ ഉഷാറായിട്ടിരിക്കണമെന്ന് പറയുന്നു. അതായത് ഇതിലൊന്നും ചെന്ന് പെടാതെ നമ്മളുടെ ദൈവം എന്ത് കൽപ്പിച്ചിരിക്കുന്നു അത് പ്രകാരം ജീവിക്കാൻ നമ്മൾ വീഞ്ഞിനും കുടിച്ച് പരിഹാസിയാകുന്ന രീതിയിലാകാതെ ഇരിപ്പാനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നെ കേൾക്കുന്ന മക്കൾ യൗവനക്കാർ മാത്രമല്ല, വെളി രാജ്യങ്ങളിലുള്ള അനേക മാതാപിതാക്കളിൽ അത് റിട്ടയർ ആയവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഒരു ഇങ്ങനെ വീഞ്ഞിന് ആയി ആൽക്കഹോളിക്കായി മാറല്ലേ എന്ന് ഒരു അപേക്ഷയുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ അവർ ചീഫ് കോർട്ട് ഒഫീഷ്യലിനോട് അപേക്ഷിക്കുന്ന മുഖാന്തരം അവർക്ക് രാജാവിൻ്റെ മേശയിൽ നിന്നും ധാരാളമായി നൽകിയിരുന്ന ആഹാരവും വീഞ്ഞും കഴിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള അതിന് ഒരു തീരുമാനം എടുത്ത് അതിനൊരു ഗ്രാൻഡ് അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ അവരുടെ മേൽനോട്ടം വഹിക്കുന്ന ആൾക്ക് യൗവനക്കാരുടെ ഈ പ്രവാസി യൗവനക്കാരുടെ ശാരീരികവും മാനസികവുമായ ഡെവലപ്മെൻറ്റ്സിൻ്റെ മേൽ വേണ്ടതായ ശ്രദ്ധ കൊടുക്കുകയും അവർക്ക് വേണ്ടതൊക്കെയും പ്രൊവൈഡ് ചെയ്തും രാജാവിന് പിന്നെ റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പം രാജാവിൻ്റെ മനസ്സിലുള്ള പ്ലാന് പ്രകാരം ഓരോരുത്തരുടെയും തന്ത്രപരമായ ഓരോ റോള് ഏറ്റെടുക്കേണ്ടതിന് അവർക്ക് ട്രെയിനിങ് നൽകേണ്ടിയിരുന്നു. അപ്പോൾ ആഷ്ഫഹനാസ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു അവർക്ക് ഇൻചാർജായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ഈ കാര്യം അദ്ദേഹത്തിന് കാതിലെത്തി. അത് യൗവനക്കാരുടെ ഫിസിക്കൽ കണ്ടീഷനെക്കുറിച്ച് റിസ്ക് എടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറില്ലായിരുന്നു. എങ്കിലും ഒരു ട്രയൽ എന്നവണ്ണം അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്ത് അവർക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ അവരുടെ ആവശ്യപ്രകാരമാണ് അവർക്ക് വെജിറ്റേറിയൻ കൊടുക്കുന്നത്. എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള യൗവനക്കാർ 4 പേരല്ലാത്തവർ അവരുടെ രാജഭോജനം കഴിച്ചവരെ കഴിഞ്ഞും ഏറ്റവും മിടുക്കരായിട്ടും ഏറ്റവും ബുദ്ധിയുള്ളവരും സാമർഥ്യമുള്ളവരുമായിട്ടും തെളിഞ്ഞു എന്ന് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം മാത്രമല്ല, ദൈവത്തിലുള്ള ആ ഒരു ജ്ഞാനവും ദൈവത്തിലുള്ള പൂർണ്ണമായ സമർപ്പണവും വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ, ആഹാരം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ വരുന്ന വചനം കൊണ്ടൊന്ന് യേശു ക്രിസ്തു തന്നെ സാത്താനോട് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നമ്മുടെ ശരീരത്തിൽ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ നമ്മൾക്ക് രോഗങ്ങൾക്ക് ഒന്നും അടിമപ്പെടാതെ നമ്മളെ കാത്ത് സൂക്ഷിക്കുവാനും ദൈവത്തിന് സാധിക്കുന്നുള്ളതാണ്.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് പറയാനായിട്ട് ഇപ്പോൾ ടൈമില്ല, വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ചുരുക്കി ഞാൻ പറയുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ എടുത്ത് പറയുന്നില്ല ദാനിയേൽ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചെന്നോ അല്ലെങ്കിൽ ഏത് വർഷമാണെന്നോ എങ്ങനെയാണെന്നൊന്നും കാര്യമായിട്ട് എടുത്ത് പറയുന്നില്ല. എന്നാൽ ഹിസ്റ്റോറിക്കലായിട്ട് ബിബ്ലിക്കലുള്ള അക്കൗണ്ട് അങ്ങനെ നമ്മൾ നോക്കിയാൽ ശരിക്കും പ്രായമായി തന്നെയാണ്, ഒരു 100 വയസ്സിന് അടുത്ത് മേലെ തന്നെ ജീവിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ലോങ് ലൈഫ്, അതായത് ലോങ് സർവീസ് തന്നെ പല പ്രോഫസീസിലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് സൈറസ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലം വരെയും ഓരോ പ്രോഫസികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അഡ്മിനിസ്ട്രേഷനൊക്കെ ചെയ്തതായിട്ട് നമുക്ക് അറിയാം. അതേപോലെ തന്നെയാണ് ദാനിയേൽ എക്സൈലിൽ പോയത്. രാജാവ് നെബൂഖദ്നേസർ അസറിയൻ കിങ് അവരെ കൂട്ടിക്കൊണ്ടുപോയത് BC 605 അപ്പോൾ ഒരു യങ് മാനായിരുന്നു, യൗവനക്കാരനായിരുന്നു. അതുപോലെ തന്നെ ബാബിലോണിയൻ എംപയർ, പേർഷ്യൻ എംപയർ, അത് രണ്ടും കാലത്തും ദാനിയേൽ അവിടെ ജീവിച്ചിരുന്നു, കാര്യങ്ങൾ കോർട്ടിൽ ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ ബുക്ക് ഓഫ് ദാനിയേൽ മെൻഷൻ ചെയ്യുന്നത് 3rd ഇയർ ഓഫ് സൈറസ് ദ ഗ്രേറ്റ് വരെയും ദാനിയേൽ ജീവിച്ചിരുന്നതായിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ലൈഫ് തന്നെയാണ്. അതുപോലെ തന്നെ ട്രഡീഷണലായിട്ടുള്ള അക്കൗണ്ട് പ്രകാരം വിശ്വസിക്കുന്ന വെരി ഓൾഡായിട്ടുള്ള ഒരു മനുഷ്യനായി 100 വർഷത്തിന് മേലെ ജീവിച്ചിരുന്ന ഒന്നാണ്. ബാബിലോൺ എന്ന BC 605 ബാബിലോണിൽ ചെന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ഇവരുടെ ബാബിലോണിയൻ റൂളിങ് മാറി. പിന്നീട് മേദ്യരും പേർഷ്യരും ആ കിങ്ഡത്തിലൊക്കെയും ദാനിയേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ദൈവം വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, എത്രയോ കാര്യങ്ങളെക്കുറിച്ച് ദാനിയേൽ കൂടെ വെളിപ്പെടുത്തുകയും അതൊക്കെയും സഭയ്ക്കും ജനങ്ങൾക്കുമൊക്കെ വളരെ ഉപകാരപ്പെട്ടതായിട്ടും നമുക്കറിയാം. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ ഖബറിടം എന്ന് പറയുന്നത് ടോംബ് വന്നിട്ട് സൂസ എന്ന് പറയുന്ന സ്ഥലം ഇറാനിലാണുള്ളത്. അവിടുത്തെ ഒരു മേജർ ഷൈനായിട്ടുണ്ട്. ആദ്യകാലത്ത് നമുക്കറിയാമല്ലോ ക്രിസ്ത്യൻസ് ധാരാളമായിട്ടുണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇറാൻ. അപ്പോൾ സൂസ എന്ന് പറയുന്ന സിറ്റിയിലാണ് ദാനിയേലിൻ്റെ കല്ലറയുള്ളത്. യഹൂദന്മാർ വന്നിട്ട് ദാനിയേലിനെ ഒരു പ്രോഫറ്റായിട്ടല്ല അവർ കാണുന്നത്, എന്നാൽ വളരെ നീതിമാനും വളരെ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വേണ്ടപ്പെട്ടതായ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അതേസമയം മുസ്ലിങ്ങൾ വന്നിട്ട് അവരുടെ ഖുറാനിൽ വന്നിട്ട് പ്രോഫറ്റായിട്ട് ദാനിയേലിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ അവർ വളരെയധികം ദാനിയേലിനെ ബഹുമാനിക്കുകയും അവരുടെ പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കുന്നുമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ടതും ദൈവം രക്ഷിച്ചതും ഒക്കെ അതെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പ്രോഫറ്റായിട്ട് കൺസിഡർ ചെയ്ത്, അതായത് യഹൂദന്മാരുടെ പ്രോഫറ്റിക്കൽ ബുക്സിൻ്റെ കൂടെ അല്ല ദാനിയേലിൻ്റെ പുസ്തകം. വേറെ അവർ 3 തോറാന് 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നതിൽ ഒരു ഭാഗത്തിലാണ് അവരുടെ ദാനിയേലിൻ്റെ പുസ്തകം വരുന്നത്. നമ്മുടെ വിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ പുസ്തകത്തിലാണ് ദാനിയേലിൻ്റെ പുസ്തകം വരുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച് അവസാനം വരെ ദൈവത്തിനായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ദൂതൻ അവസാനം വരെ നമുക്കറിയാം. 12ാം അധ്യായം വായിക്കുമ്പോഴും കർത്താവ് പറയുന്നത് നിന്നെ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നിൻ്റെ ഷെയർ അതായത് നീയോ അവസാനം
വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി ലയിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറയുന്നു. അപ്പോൾ ദൈവം അന്ന് തന്നെ ദൂതനിൽ കൂടി ദാനിയേലിനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ലൊരു മരണം വരും, അത് കഴിഞ്ഞ് നിൻ്റെ ഓഹരി ലയിപ്പാനായിട്ട് അവസാനം നീ എഴുന്നേറ്റ് വരുമെന്നുള്ളത്. അപ്പം പുനരുത്ഥാനം കൂടി വീണ്ടും കർത്താവ് വരുമെന്നും അന്ന് അവൻ്റെ ഓഹരിക്കായി ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെയും ഇൻഡയറക്റ്റിലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ദാനിയേലിൻ്റെ പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വായിക്കണം. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. നമുക്കറിയാം ദൈവം പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിൽ നമ്മളുടെ ദൈവത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം ഒരു നല്ല ദിവസം ആശംസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് എന്ത് പ്രതികൂലം വന്നാലും നമ്മുടെ ദൈവത്തിന് അപ്പുറമായിട്ടൊന്നുമില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം, ദൈവം എല്ലാത്തിനും മതിയായെന്നുള്ള ആ ഒരു കരുതലും, ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കാവലും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ടു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും ബൈ.